ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പലരും വിചാരിക്കുമല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇൻട്രോ തരുന്നതെന്ന്. പക്ഷെ ഇല്ല കേട്ടോ, സത്യമായിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാലേ, ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കൂടെ ഒത്തിരി ഒത്തിരി സംശയങ്ങളും അതായത് എൻ്റെ അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനത് അവിടെ തന്നെ ഉത്തരവും എഴുതാറുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ടല്ലേ. മാത്രമല്ല, ചിലത് വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ടോ, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് അങ്ങനത്തെ വർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷൻ ആണ്. ഇന്റീരിയേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ, എൻ്റെ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാൻ പോരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഹോംലി കുക്കിംഗ് 3140 എന്നൊരാളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഒരു ഡൗട്ട്. ഐ ഹാവ് എ ഫ്ലാറ്റ് ആൻഡ് അതിൻ്റെ ഇന്റീരിയേഴ്സ് വർക്ക് ചെയ്യണം. ഫോർ കിച്ചൺ ക്യാബിനറ്റ് വിച്ച് ഇസ് ബെറ്റർ, കാർപ്പൻട്രി ഓർ മോഡ്യുലർ? മോഡ്യുലർ ആകുമ്പോൾ ഫിനിഷിംഗ് ഉണ്ടാവും, ബട്ട് ഗ്യാപ്പ് ഫിൽ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ കം അക്രോസ് എ ലോട്ട് ഓഫ് ആഡ്സ്, ബട്ട് വിശ്വസിക്കാമോ ഈ കമ്പനീസിനെയൊക്കെ? അതായത് ഇന്റീരിയേഴ്സിന്റെ ഈ കമ്പനീസിനെയൊക്കെ വിശ്വസിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കൈൻഡ്ലി സജസ്റ്റ് എന്നാണ് ചോദ്യം. എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ പോയി നോക്കുവാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. മോഡ്യുലർ കിച്ചണിൽ എങ്ങനെയാണ് ഗ്യാപ്പ് വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇയാളെ കുറ്റം പറയുന്നതല്ല കേട്ടോ. ആരോ പറഞ്ഞിട്ടുണ്ട് മോഡ്യുലർ കിച്ചൺ ആണെങ്കിൽ ഗ്യാപ്സ് വരുന്നു. അങ്ങനെ മോഡ്യുലർ കിച്ചണിലാണ് ആക്ച്വലി ഗ്യാപ്സ് വരാത്തത്. എന്താണെന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമുക്ക് കസ്റ്റമൈസേഷന് ഒരുപാട് എക്സ്പെൻസീവ് അല്ല. അപ്പം അങ്ങനെ വരുമ്പം എന്തുകൊണ്ട് മോഡ്യുലർ കിച്ചൺ ആയിക്കൂടാ? നല്ല ഫിനിഷിംഗ് ആണ്, എഡ്ജസ് എല്ലാം നീറ്റായിട്ട് വരും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പല ഫിനിഷസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. പിന്നെ അപ്പം പുള്ളിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ മോഡ്യുലർ വേണോ കാർപ്പൻട്രി വർക്ക് മതിയോ എന്ന്. ഞാൻ എപ്പോഴും മോഡ്യുലർ കിച്ചണിന് തന്നെ വൗച്ച് ചെയ്യും. ബിക്കോസ് കാർപ്പൻട്രി വർക്കിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് കാണും. ഫിനിഷിങ്ങിൽ മെയിനായിട്ട് എത്ര നല്ല കാർപ്പൻറ്റർ ആണെങ്കിലും ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേറെ കാര്യം ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഈ കമ്പനീസിനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇന്റീരിയർ ഡിസൈൻ കമ്പനീസിനെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ അവർക്ക് കാശ് കൊടുക്കാൻ പറ്റുന്നതെന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം റിവ്യൂസ് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ്, വേറെ അറിയുന്ന ആൾക്കാർ വഴി പോകുന്നത് ഒരു ഈസി മെത്തേഡാണ്. പക്ഷെ ഇപ്പം നമുക്ക് ആരെയും അറിയില്ല, പിന്നെ അവരുടെ വീട്ടിലെ ചെയ്തു വെച്ചിരിക്കണമെന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പല സൈറ്റ്സ് വിസിറ്റ് ചെയ്യുക, നമ്മൾ പല കമ്പനീസ് പേഴ്സണലി വിസിറ്റ് ചെയ്യുക, അവരോട് സംസാരിച്ച് നോക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പോയി നോക്കണം. അതായത് എങ്ങനെയാണ് ഒരാൾ കറക്റ്റ് ആണോ, ജെന്വിൻ ആണോ എന്ന്. അപ്പം ഫസ്റ്റ്ലി അവർ സ്ഥിരമായിട്ട് അവർക്കൊരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടോ, അവരിങ്ങനെ ഡിസപ്പിയർ ആകാൻ പാടില്ല. അവരെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ. അപ്പം അങ്ങനത്തെ, പിന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എന്താണ്, റിവ്യൂസ് ഉണ്ടോ. വളരെ വലിയ കമ്പനീസ് ആണെങ്കിൽ ഞാൻ കേൾക്കുന്നത് അവർ റിവ്യൂസ് ഒക്കെ ഗൂഗിളിൽ ഇടുന്ന റിവ്യൂസ് എല്ലാം ചിലപ്പോൾ അവർ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പം നമ്മൾ അത് കുറച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എത്ര നല്ല കമ്പനി ആണെങ്കിലും അവർ ചെയ്ത കംപ്ലീറ്റഡ് പ്രോജക്ട്സ് ആൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്, ഈ രണ്ടും കഴിവതും പോയി കണ്ടു നോക്കുക. അതായത് ഒരു 10-20 പ്രോജക്റ്റ് പോയി കാണണ്ട, 2-3 അറ്റ്ലീസ്റ്റ് ഒരു 1-2 എങ്കിലും അവരുടെ കംപ്ലീറ്റഡ് പ്രോജക്ട്സ് പോയി കണ്ടു നോക്കുക. എന്നിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷനിൽ വരാനേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ധൈര്യപ്പെട്ട് വിശ്വസിച്ച് ഇറങ്ങിയേ പറ്റത്തുള്ളൂ അല്ലേ. എന്തെന്നാൽ ഇത്രയും വലിയൊരു ടാസ്ക് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചേ പറ്റൂ. മാത്രമല്ല കാർപ്പൻറ്റേഴ്സും നമ്മൾ പണി പകുതിയിൽ നിർത്തി പോകുന്ന എത്രയോ കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എനിക്ക് തന്നെ പല എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കാർപ്പൻട്രി വർക്ക് ആണെങ്കിൽ നമുക്ക് എന്നും പോയി നോക്കാമല്ലോ, അവർ നമ്മളെ പറ്റിക്കത്തില്ല എന്ന് പറയാനും പറ്റത്തില്ല. അവർ നാളെ ഒരു ദിവസം ഫോൺ എടുത്തില്ല, അവർ വേറെ ഏതെങ്കിലും സൈറ്റിൽ അത്യാവശ്യമായിട്ട് ബിസി ആയിപ്പോയാൽ അവർ കുറേ നാളത്തേക്ക് ചിലപ്പം വന്നിരിക്കില്ല അല്ലേ. സോ അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണം നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനെ, അത്രേ നിവൃത്തിയുള്ളൂ അല്ലേ. അടുത്ത ചോദ്യം, സജസ്റ്റ് ദ ബെസ്റ്റ് വുഡ് ദറ്റ് കൻ ബി യൂസ്ഡ് ഫോർ കിച്ചൺ ഷട്ടേഴ്സ്. അതോ WPC ആണോ നല്ലത്? അപ്പോൾ വുഡൻ ഷട്ടേഴ്സ്, അതായത് ആക്ച്വലി സോളിഡ് വുഡ് ആണോ നല്ലത്, അല്ല പ്ലൈ, അതായത് വാട്ടർ പ്രൂഫ് പ്ലൈ ആണോ നല്ലതെന്നാണ് ഇവർ ചോദിക്കുന്നത്. റീസെന്റ് ആയിട്ട് ഒരാൾ ചോദിച്ചതാണ്. പലവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് ഇൻക്ലൂഡ് ചെയ്യണം ഇവിടെ നിന്ന്. ഇപ്പൊ സോളിഡ് വുഡ് ഷട്ടേഴ്സ് എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട് എന്ന് വെച്ചാൽ, ഈ സോളിഡ് വുഡ് എന്ന് പറയുന്ന ആക്ച്വൽ വുഡ്, ഇപ്പൊ തേക്കിന്റെ ആകാം, അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന അക്കേഷ്യ ആകാം, അങ്ങനെ എല്ലാവരും അതിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വുഡൻ ഡോർസ് ഉണ്ടെങ്കിൽ, വലിയ ഡോർസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് മഴക്കാലം വരുമ്പോഴത്തേക്ക് അത് കുറച്ച് ഷ്രിങ്ക് ആവും, വെയിലാവുമ്പോഴത്തേക്ക് അത് കുറച്ച് നോർമൽ ഇതിലോട്ട് വരാറുണ്ട് അല്ലേ. അപ്പൊ വെതർ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അത് കോൺട്രാക്ട് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതേ കാര്യം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷട്ടേഴ്സ് ആക്കി പല പല ഡ്രോവേഴ്സും ഒക്കെ ആക്കി എക്സ്പെൻസീവ് ഹാർഡ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾ തേക്കിൽ നിങ്ങൾ ഷട്ടേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ പാനൽസ് തമ്മിൽ ചിലപ്പം അൺഡ്യുലേഷൻസ് വന്നേക്കാം. അപ്പം വെയിൽ കാലമാണോ മഴക്കാലമാണോ അതിനനുസരിച്ചിട്ട് ചെറിയ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ എപ്പോഴും വുഡിൽ നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോഡക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് പോകാവുള്ളൂ. ദർ ആർ ഫ്യൂ വെൻഡേഴ്സ്, അവർ നന്നായി ട്രീറ്റ് ചെയ്ത വുഡ് തന്നെ യൂസ് ചെയ്ത് അവർ അതിന് വേണ്ടിയിട്ട് മെത്തേഡ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ട് അവർ അത് ചെയ്തിട്ടുണ്ടാവും. അവരെടുത്തുനിന്ന് നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനേഴ്സ് അവരെടുത്തുനിന്ന് ഇത് പ്രൊക്യൂർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതിനും പ്രശ്നമില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഒരു വാറണ്ടി അവർ തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അടുത്ത ചോദ്യം ജ്യോത്സ്ന ജോസഫിൻ്റെതാണ് കേട്ടോ. കെൻ ഐ ഹാവ് ഡിഫറെന്റ് ഹൈറ്റ്സ് ഫോർ സ്റ്റൗ ആൻഡ് സിങ്ക്? കിച്ചൺ സ്ലാബ് വിത്ത് 60 ആണോ 65 ആണോ ബെറ്റർ? ഇപ്പൊ ഈ രണ്ട് ചോദ്യത്തിൽ രണ്ടും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കെൻ ഐ ഹാവ് ഡിഫറെന്റ് ഹൈറ്റ്സ് ഫോർ സിങ്ക് ആൻഡ് സ്റ്റൗ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സിങ്കിനും സ്റ്റൗവിനും ഡിഫറെന്റ് ഹൈറ്റ് വെക്കുന്നത് എനിക്ക് തോന്നുന്നത് അവർ നടുവേദനയുള്ള ആളായിരിക്കാം, പല റീസൺസ് കൊണ്ടായിരിക്കാം. പക്ഷെ ഐഡിയലി ഐ വുഡ് സേ അത് രണ്ടും രണ്ട് സ്ഥലത്താണ്, ഓപ്പോസിറ്റിലാണെങ്കിൽ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നതിൽ ഓക്കെയാണ്. പക്ഷെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് വെക്കുമ്പം ലുക്ക് മാത്രമല്ല അതിന്റെ ഫിനിഷും വല്ലാണ്ട് ബാധിക്കപ്പെടും. എസ്പെഷ്യലി ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെയൊക്കെ ആ ഒരു കട്ട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും കാണാനായിട്ട്, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നെ ചോദിച്ചാൽ ഞാൻ സ്ട്രെയിറ്റ് അവേ നോ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ചില സ്പെഷ്യൽ കേസസിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 1-2 ക്ലയൻസിന് ഞാൻ ചെയ്തിട്ടുണ്ട്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഐ വുഡ് സേ എന്നോട് സജഷൻ ആയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ നോ പറയും. ഇപ്പം ഒന്നിന്റെ ഹൈറ്റ് 34 ഇഞ്ചസ് ഹൈറ്റിൽ വെച്ചു, മറ്റേത് 35 ഇഞ്ചസ് എന്ന് പറയുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ എങ്ങനെ അതിന്റെ സ്ലാബ് നമ്മൾ പണിതെടുക്കുവാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ ക്യാബിനറ്റ് പണിയുന്ന ആൾക്കും അത് ചാലഞ്ച് ആകും. അപ്പോൾ ആകെപ്പാടെ ഗൂഫപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ കീപ് ഇറ്റ്. ഇപ്പോൾ ഒരെണ്ണം 35ഉം ഒരെണ്ണം 36 ആണ് നിങ്ങൾക്ക് വെക്കുന്നെങ്കിൽ, ഇഞ്ചസിൽ പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ 35 ആൻഡ് 36 വെച്ചോളൂ, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഒരു കൺക്ലൂഷനിൽ വരേണ്ടിയിരിക്കുന്നു. പിന്നെ ഇനിയൊരു ചോദ്യം എന്തായിരുന്നു, കിച്ചൺ വിഡ്ത്ത്, സ്ലാബിന്റെ വിഡ്ത്ത് 60 ആണോ 65 ആണോ എന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിഡ്ത്ത് അല്ല അവർ ഉദ്ദേശിച്ചത്, ഡെപ്ത് ആണ്, അതായത് ഉള്ള് എത്ര വേണമെന്ന്. 60 ആണ് ഐഡിയലി പലരും വെക്കുന്നത്. മാക്സിമം ഒരു എന്താ പറയുക 62 വരെ ആകാം. 65 ഇസ് ടു മച്ച് എന്നാണ് തോന്നുന്നത്. ഇത് ഇഞ്ചസിലല്ല അവർ ചോദിച്ചിരിക്കുന്നത്, സെന്റിമീറ്ററിലാണ്. അപ്പം 60 സെന്റിമീറ്റർ ഇസ് പെർഫെക്റ്റ്, 62 അടിപൊളി എന്ന് എനിക്ക് പറയാം. ബിക്കോസ് അപ്പം 62 ആകുമ്പോഴത്തേക്ക് ഹാൻഡിൽസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, അപ്പം നമുക്ക് മുട്ടത്തില്ല. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. കൂടുതലും ഇന്റീരിയർ ഡിസൈനേഴ്സ് മോഡ്യുലർ കിച്ചൺസ് ചെയ്യുന്നത് 60 സെന്റിമീറ്റേഴ്സിലാണ് സ്ലാബ് ഫിനിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈറ്റ് കൗണ്ടർ ടോപ്പ് ആണോ നല്ലത് അല്ലെങ്കിൽ ക്വാഡ്സ് ആണോ, വിച്ച് ഇസ് ലൈഫ് ലോങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ആണ്. ഇപ്പം വൈറ്റ് എന്ന് പറയുമ്പം ക്വാഡ്സിലും വൈറ്റ് സ്റ്റോൺസ് കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു നാനോ വൈറ്റ് അങ്ങനത്തെ വേറെ ഇതുണ്ടല്ലോ, ബ്രാൻഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അതാണോ ബെറ്റർ ക്വാഡ്സ് ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്നതിൽ ഇപ്പൊ ലൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഗോ ഫോർ ക്വാഡ്സ്. അത് AGL ഉണ്ട്, കലിംഗ ബ്രാൻഡ് ഉണ്ട്, അങ്ങനെ ഗുഡ് ബ്രാൻഡ്സ് നോക്കുക, അതിൽ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നതായിരിക്കും. കോസ്റ്റ് വളരെ ഹൈയും ആയിരിക്കില്ല, വളരെ ലോ ആയിരിക്കില്ല. അല്ലെങ്കിൽ വളരെ വളരെ ഹൈയസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ സീസർ സ്റ്റോൺ എന്ന് പറഞ്ഞ് കിട്ടും. അത് അവർ തന്നെ കമ്പനിക്കാർ തന്നെ വന്ന് കംപ്ലീറ്റ് ഇൻസ്റ്റലേഷനും വാറണ്ടിയും എല്ലാം ടേക്ക് കെയർ ചെയ്യും. എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ് മറ്റതിനെ വെച്ച് നോക്കുവാണെങ്കിൽ, പക്ഷേ നല്ല ഒരു സംഭവമാണ്, അടിപൊളി സംഭവമാണെന്ന് എനിക്ക് വേണമെങ്കിൽ വൗച്ച് ചെയ്യാം. അവനവൻ്റെ അഫോർഡബിലിറ്റി, അവനവന് എത്ര ചിലവാക്കണോ നമ്മളെ കിച്ചന്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കാം. പിന്നെ ലൈഫ് ലോങ് എന്ന് പറയുമ്പം ഒന്നിനും ഒരു ലൈഫ് ലോങ് വാറണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കേ വാറണ്ടി ഇല്ല. അപ്പം നമ്മളെങ്ങനെയാണ് ഒരു ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നത്? സാധാരണഗതിയിൽ ഈ ഗ്രാനൈറ്റ് ആകട്ടെ ഇങ്ങനത്തെ സ്റ്റോൺസിനൊക്കെ ഒന്നും സംഭവിക്കില്ല. വേണമെങ്കിൽ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറയാം. പക്ഷെ ഡ്യൂ ടു ദ വേ വി ആർ യൂസിങ് ഇറ്റ്, വാർപ്പിംഗ് ഉണ്ടാവാം, പിന്നെ ഡ്യൂ ടു ദ വേ ദ ക്യാബിനറ്റ്സ് ആർ ബിൽറ്റ്, അങ്ങനെ പല പല ഫാക്ടേഴ്സ് കാരണം ചിലപ്പം ചില പ്രോബ്ലംസ് സംഭവിച്ചെന്നിരിക്കും അല്ലേ.
20 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് തന്നെ മടുക്കും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് വേണ്ട, എല്ലാം പുതുക്കിയാലോ എന്ന് തോന്നും. അതുകൊണ്ട് ഒന്നിനും അങ്ങനെ ഒരു ലൈഫ് ലോങ് ഉണ്ടാകണം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇത് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇല്ലെന്നാണ്. പക്ഷെ നല്ല ഒരുപാട് കാലം കേടൊന്നും വരാതെ നിൽക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. സോ പേടിക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യം, ഇസ് ഇറ്റ് ഓക്കെ ടു ഹാവ് യുവർ സ്റ്റവ് ഫേസിങ് സൗത്ത്? ഇത് പലവരും എൻ്റെ അടുത്ത് വാസ്തുവിൻ്റെ കാര്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ അത്ര വാസ്തു കംപ്ലൈൻ്റ് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവരവരുടെ എൻ്റെ ക്ലയൻസിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് സൗത്ത് ഫേസിങ്, നോർത്ത് ഫേസിങ് ആണോ, ഏതാണ് ഐഡിയൽ, ഈസ്റ്റ് ആണോ ഏറ്റവും ഐഡിയൽ എന്നൊക്കെ പലരും ചോദിക്കുന്നതിൽ ഞാൻ പറയും, നിങ്ങൾക്ക് എവിടെയാണ് നിന്ന് കുക്ക് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആണോ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. അത് മാത്രമല്ല, ഒരു മതിലിൻ്റെ വളരെ അടുത്തായിട്ടൊക്കെ കൊണ്ടുപോയി വാസ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ വെക്കരുത് അടുപ്പ്. അങ്ങനെ വെക്കുമ്പോൾ നമുക്കിപ്പം കൈ ചിലപ്പം ആ മതിലിൽ തട്ടാൻ സാധ്യതയുണ്ട്. വാസ്തു അനുസരിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പ്രോബബ്ലി വാസ്തുവിൽ ഈസ്റ്റ് ഫേസിങ് ഇസ് ബെറ്റർ, നോർത്ത് ഈസ്റ്റ് ഫേസിങ്, വെസ്റ്റ് ഇസ് ഓക്കെ, നോർത്ത് ഇസ് ഓക്കെ, ഇങ്ങനെ പലരും പലത് പറയാറുണ്ട്. അപ്പൊ ഇതൊരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ഇപ്പം വാസ്തു വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ചിലർ റെക്കമെൻഡ് ചെയ്യും ഈ നിങ്ങളുടെ വീട്ടിന് നിങ്ങളുടെ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കൂടെ നോക്കിയിട്ട് സൗത്ത് ഫേസിങ് ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻസ്. ഇതൊന്നിലും നമുക്ക് ഇതിലെല്ലാം കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഞാൻ പറയുന്നത് പ്രാക്ടിക്കലായിട്ടിരിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് നിന്ന് കുക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ ചെയ്യുക. ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഫേസ് മൈ ബാക്ക് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ കിച്ചൺ. അതായത് കിച്ചൻ്റെ എൻട്രൻസിനെ ഞാൻ കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഐ വാണ്ട് ടു സീ ഹൂ ഇസ് എൻട്രിങ് ദ കിച്ചൺ. വേറെ മൂവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് അറിയണം. പിന്നെ വെൽ കണക്റ്റഡ് ആയിരിക്കണം മറ്റുള്ളവരുമായിട്ട് വീട്ടിലുള്ള. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ആവശ്യം. നിങ്ങളുടെ ആവശ്യം വാസ്തുവാണെങ്കിലും ദാറ്റ് ഇസ് എ വാസ്റ്റ് ടോപ്പിക്. ഐഡിയലി ഐ വുഡ് സേ പ്രാക്ടിക്കലായിട്ടിരിക്കുക. വേറൊരു ചോദ്യം, വെരി 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 കോമൺ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഐലൻഡ് കിച്ചണിന് എത്ര വലിപ്പം വേണം? ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോസ് പോയി കാണണം, ലിങ്ക് ഇട്ടേക്കാം. സോ ഐലൻഡ് കിച്ചണിന് നല്ല വലിയൊരു റൂം, അതായത് നല്ല വലിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഐലൻഡ് കിച്ചൺ നിങ്ങൾ വെക്കാവുള്ളൂ. ഐലൻഡ് കിച്ചണിന് വേണ്ടി കണ്ടുമാനം കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഐ വുഡ് സേ ഐലൻഡ് കിച്ചൺ നല്ല വലുപ്പം ഇല്ലാത്തൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ആകെപ്പാടെ നമുക്ക് കുളമാവും മൊത്തം സെറ്റപ്പ്. സോ ഐലൻഡ് കിച്ചൺ ഇഷ്ടപ്പെടുന്നവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം വെക്കാൻ. കീപ്പ് എ വെരി ബിഗ് കിച്ചൺ, ലൈക്ക് സേ 17x15, അങ്ങനെ അറ്റ്ലീസ്റ്റ് അത്രയും. അതായത് ഞാൻ ഫീറ്റിലാണ് പറയുന്നത്, അല്ല 20x17, 20x18, 20x20, അങ്ങനെ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് ബിഗ് ആയിട്ടുള്ള ഐലൻഡ് വേണം എന്നുള്ളൊരു ബിഗർ സ്പേസിലേ പ്ലാൻ ചെയ്യാനുള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണം. നിങ്ങൾ തന്നെ പലരും നിങ്ങളുടെ കിച്ചൺ സൈസസ് തന്നിട്ട് ഇതിൽ ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് വളരെ ഡിഫിക്കൽട്ടാണ് കേട്ടോ. ബിക്കോസ് അത് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലോ പ്ലാൻ കാണാണ്ട് എനിക്ക് അതിനുള്ള ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടു നോ എൻട്രൻസ് എവിടെയാണ്, എവിടെയാണ് ജനൽ, എങ്ങനെയാണ് നിങ്ങൾ മൊത്തം കിച്ചൺ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണ്, ഇതെല്ലാം ഞാൻ അറിയാണ്ട് ഞാൻ പെട്ടെന്നൊരു ഉത്തരം തരുവാണെങ്കിൽ അത് തെറ്റിപ്പോകത്തില്ലേ. അതുകൊണ്ടാണ്. അടുത്ത ലാസ്റ്റ് ഒരു ചോദ്യം, ഇസ് ഇറ്റ് അഡ്വൈസബിൾ ടു ഹാവ് 2 കിച്ചൺസ്? ഇത് ഞാനൊരു പണ്ടൊരു വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. 2 കിച്ചൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഒത്തിരി പേര് ശരിയാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. ഞാനത് പിന്നെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇത് എഗെയിൻ ആൻഡ് എഗെയിൻ ആൾക്കാർ എൻ്റെ അടുക്ക് പലവട്ടം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് ചില ഹെവി നീഡ്സ് ഉണ്ട്, അതായത് ആട്ടുകല്ലുണ്ട്, ഗ്രൈൻഡറുണ്ട്, ഭയങ്കര നോയ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്പേസ് ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഫുൾ ഫ്ലെജ്ഡ് ഞാൻ ഉദ്ദേശിക്കുന്ന 2 കിച്ചൺ എന്ന് പറയുമ്പോൾ അതിൽ വളരെ അടിപൊളിയായിട്ടൊരു കിച്ചൺ, കംപ്ലീറ്റ്ലി നല്ല 10 ലക്ഷം 15 ലക്ഷം ചിലവാക്കിയ ഒരു കിച്ചൺ ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷോ കിച്ചണായിട്ട് എന്തിനാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കോൺസെപ്റ്റ്. എൻജോയ് യുവർ കിച്ചൺ, അത് നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, കുറച്ച് മെനക്കെടുക. ബാക്കി എല്ലാത്തിനും നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ ഡസ്റ്റിൽ എടുത്തുകൊണ്ട് വന്നു പിന്നെ അത് കഴുകി വെക്കാറില്ലേ. രണ്ടാമത്തെ ഒരു കിച്ചൺ വേണ്ടേ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സെക്കൻഡ് കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും, പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഹെൽപ്പറുണ്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കുക്ക് ചെയ്യണം, അങ്ങനത്തെ ഇതിനൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തോളൂ. അവർ ഇപ്പം മീൻ ക്ലീൻ ചെയ്യാൻ അതിനൊക്കെ ചിലർക്കെല്ലാം മെയിൻ കിച്ചണിൽ ചെയ്യാൻ ഇഷ്ടമില്ല. അങ്ങനെയുള്ളപ്പം മറ്റൊരു കിച്ചൺ വെക്കുന്നതിൽ തെറ്റില്ല. സാധനങ്ങളൊക്കെ അവിടെയും വേണം ഇവിടെയും വേണം അല്ലേ, മസാലകളാകട്ടെ എല്ലാം. അങ്ങനെ ആയി പതുക്കെ എനിക്ക് ആൾക്കാരെ അറിയാം. വളരെ കുഞ്ഞൊരു ഏരിയയിൽ പോയി അവർ സഫക്കേറ്റഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും വെച്ച് കുക്ക് ചെയ്യും. അത് അലമ്പായാലും കുഴപ്പമില്ല, അത് അവിടെ അങ്ങനെ കിടന്നോട്ടെ, ഇത് നന്നായിട്ട് വെക്കാം. ആർക്ക് വേണ്ടിയാണ് അത് നന്നായി വെക്കുന്നത്? നമുക്ക് വേണ്ടിയല്ലേ നമ്മളത് പണിതെടുത്തേ.
സോ എൻജോയ് യുവർ കിച്ചൺ. റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ എടുത്താണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.